കേരളത്തിലെ നടത്തി കഴിഞ്ഞാൽ തെളിവുകൾ ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അഭയ കേസിൽ അവർ അറസ്റ്റായില്ലേ? അറസ്റ്റിലായ അതിന്റെ അപ്പുറത്ത് എന്തുണ്ടായി? പിന്നെ അവരെന്താ ചെയ്ത്? അല്ല, അവരെന്തായെന്നുള്ളതല്ല, കൃത്യമായി കേസിൽ അല്ല, അവര് തൽക്കാലത്തേക്ക് കോടതി ശിക്ഷിച്ചു. അവരെന്താ പുറത്തേക്ക് ഇറങ്ങിയത്? അത് പിന്നീട് അവർക്ക് അതെ, അവർക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതി ജഡ്ജി വരെ ഇടപെട്ടു. അല്ല, സുപ്രീം കോടതി ജഡ്ജി വരെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇടപെട്ടൂടെ? അത് അങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ കേരളത്തിലാണ് കൂടുതൽ. കേരളം വിട്ടുള്ള തമിഴ്നാട്ടിനകത്താണെങ്കിൽ കേരളത്തിൽ ആർക്കെന്ത് വേണം ചെയ്യാവുന്ന രീതിയിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ പരിധിപ്പെട്ടാലും ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കേരളത്തിൽ അത്രയും കർക്കശമാണ് കേരളത്തിലെ ജാതി മത വ്യവസ്ഥ. ഈ ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനം കേരളത്തില് സമസ്ത രംഗത്തെ പാടെ തകർത്ത്. ഈ ജാതി മത വ്യവസ്ഥകൾ കൊണ്ടാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ്. അല്ല, കേരളത്തിൽ ജാതി മത വ്യവസ്ഥയും രാഷ്ട്രീയ രംഗത്തുള്ള സ്വാധീനം വരുന്നത് പരസ്പര ബന്ധിതമാണ്. ഞാൻ വേറെ പറയല്ലേ, ഇലക്ഷനകത്ത് ഈ രണ്ട് വിഭാഗങ്ങളും കൂടുതൽ വോട്ട് കിട്ടുന്ന പറയുന്ന ആരെ കിട്ടുന്ന പറയുന്നത് ഈ ജാതിമത വ്യവസ്ഥകൾ കൊണ്ടാണ് പിണറായി വിജയന്റെ നയതന്ത്ര പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കളക്കടത്തിനെ കുറിച്ച് അതൊന്നും മാത്രമാണ്